Welcome students. Today we are going to discuss about longitudinal waves in gases. Longitudinal waves in rodsനെ പറ്റിയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഇനി അടുത്തതായിട്ട് longitudinal waves in gasesനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. When a plane progressive longitudinal wave moves through a gas, the gaseous particle executes simple harmonic motion along the direction of propagation of the wave. The phases of this wave vary regularly. The distance between the particles changes so that at any instant particles are alternately crowded and spread out. Hence, pressure varies from particle to particle inside the gas. In a longitudinal wave, the particle displacement is parallel to the direction of wave propagation. The animation shows a one-dimensional longitudinal plane wave propagating down a tube. The particles do not move down the tube with the wave. They simply oscillate back and forth about their individual equilibrium positions. Pick a single particle and watch its motion. The wave is seen as the motion of the compressed region, that is pressure wave, which moves from left to right. This animation shows the difference between the oscillatory motion of individual particle and the propagation of wave through the medium. It also identifies the region of compression and rarefaction. ഒരു ലൗഡ് സ്പീക്കറിൽ എങ്ങനെയാണ് സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇതുപോലെയാണ് ഇവിടുത്തെ ഈ ഒരു ആനിമേറ്റഡ് ഗിഫ് കാണിക്കുക. അതായത് ദ പ്രഷർ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മോണോപോൾ സോഴ്സ്. Individual points on the grid simply move back and forth about the equilibrium position while the spherical wave expands outwards. അപ്പോൾ ഒരു ഗ്യാഷ്യസ് മീഡിയത്തിൽ പ്രോഗ്രസീവ് വേവ് പാസ് ചെയ്യുകയാണെങ്കിൽ ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ വെലോസിറ്റി എന്താണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. വി ക്യാൻ ഇമാജിൻ ദ സിലിണ്ടറിക്കൽ ഗ്യാസ് കോളം ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ alpha along x-axis. Let us consider in equilibrium position two right planes A and B. രണ്ട് നമ്മൾ ലോങ്റ്റ്യൂഡൽ വേവിൻ സോളിഡ് മീഡിയം കൺസിഡർ ചെയ്ത പോലെ അല്ലെങ്കിൽ സോളിഡ് റോഡ് കൺസിഡർ ചെയ്ത പോലെ തന്നെ നമ്മൾ രണ്ട് പ്ലെയിൻസ് കൺസിഡർ ചെയ്യുകയാണ് എ ആൻഡ് ബി വിച്ച് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് ദിസ് എ ആൻഡ് ബി സിറ്റുവേറ്റഡ് അറ്റ് എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് ഡിസ്റ്റൻസസ് റെസ്പെക്റ്റീവ്ലി ഫ്രം ദ origin as seen in figure. At some later instant, when the wave propagates, the particle of plane A are displaced by an amount to the position A dash, and those of the plane B are displaced by an amount y plus delta y to the position B dash. അപ്പോൾ ഇതിൽ ഡി വൈ ബൈ ഡി എക്സ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വൈ എ, അതായത് ഡെൽറ്റ വൈ എ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് റീറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്യാസ് കോളത്തിൻ്റെ ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത് നമുക്ക് അറിയാം ക്രോസ് സെക്ഷണൽ ഏരിയ ആൽഫ ആണ്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ആ തിക്നെസ് ആണ് നമുക്ക് വോളിയം എന്ന് പറയുന്നത്, അതായത് ആൽഫ ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ വോളിയം കാണാനായിട്ട് ഇനിഷ്യലി ഉണ്ടായിരുന്ന വോളിയം ആൽഫ ഡെൽറ്റ എക്സ്, ഫൈനൽ വോളിയം ആൽഫ ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് കാണാം എ ഡാഷ് ബി ഡാഷ് ഇൻറ്റു ആൽഫ ആണ് ഒരു പ്രഷറിന് ശേഷം ഉണ്ടായ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡെൽറ്റ വൈയെ ഒന്ന് റീറൈറ്റ് ചെയ്തതാണ്. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ഡിഫറൻസ് ഇൻ വോളിയം ആണ്. ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം ആണ് ചേഞ്ച് ഇൻ വോളിയം. സോ വി വിൽ ഗെറ്റ് ചേഞ്ച് ഇൻ വോളിയം ആസ് ആൽഫ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോളിയം സ്ട്രെയിൻ എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനിഷ്യലി ഉണ്ടായിരുന്ന വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്നും ആൽഫ ക്രോസ് സെക്ഷണൽ ഏരിയ ആൽഫയുടെ ടേം ക്യാൻസലായിപ്പോയി, ഡെൽറ്റ എക്സ് ക്യാൻസലായിപ്പോയി, റിമൈനിങ് ടേം ഡി വൈ ബൈ ഡി എക്സ്. വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ് ഈ ഒരു ഗ്യാസ് കോളത്തിലുള്ള ഗ്യാസിന് ഉണ്ടായ വോളിയം സ്ട്രെയിൻ. ആൻഡ് സപ്പോസ് ഇ ഈസ് ദ ബൾക്ക് മോഡുലസ് ഓഫ് ദ ഗ്യാസ്, ദെൻ the bulk modulus equal to volume stress by volume strain, which is equal to decrease in pressure. നമുക്ക് വോളിയം സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ഇവിടെ ഗ്യാസ് കോളമിലുള്ള വോളിയം സ്ട്രെസ്സിനെ പ്രഷറിൻ്റെ ഡിക്രീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ വോളിയം സ്ട്രെയിൻ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. പ്രഷറിനെ പി ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഡിക്രീസ് ഇൻ പ്രഷർ എന്നുള്ളത് നെഗറ്റീവ് പി ആയിട്ടും
വോളിയം സ്ട്രെയിൻ നമുക്ക് ഓൾറെഡി കിട്ടിയ ഇക്വേഷനും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ബൾക്ക് മോഡുലസ് ഇ ഈക്വൽ ടു മൈനസ് പി ബൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാവുന്നതാണ്. ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് പ്രഷറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പി ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാവുന്നതാണ്. ഇവിടെ ഈ പി റെപ്രസെൻ്റ് ചെയ്യുന്നത് വേരിയേഷൻ ഓഫ് പ്രഷർ ഇൻ കേസ് ഓഫ് ലോങ്ങിറ്റ്യൂണൽ പ്രോഗ്രസീവ് വേവ് ട്രാവലിംഗ് ത്രൂ എ ഗ്യാസ്. And the negative sign shows that increase in volume is caused by decrease in pressure. If the equation of the plane wave is taken to be y equal to a sin 2 pi by lambda vt minus x, then the dy by dx equal to the derivative of y with respect to x, that is minus 2 pi by lambda a cos 2 pi by lambda വി ടി മൈനസ് എക്സ്. ഇവിടെ രണ്ട് നെഗറ്റീവ് ടേമുകളും ക്യാൻസലായിട്ട് നമുക്ക് പ്രഷർ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പ്ലെയിൻ വേവ് ഇക്വേഷൻ ഇ ഇൻറ്റു 2 പൈ എ ബൈ ലാംഡ കോസ് 2 പൈ ബൈ ലാംഡ വി ടി മൈനസ് എക്സ്. ഇതിൽ 2 പൈ എ ഇ ബൈ ലാംഡ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് പ്രഷർ ആംപ്ലിറ്റ്യൂഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ പി സീറോ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. പി എന്ന് പറയുന്ന പ്രഷർ എന്ന് പറയുന്ന പി ഈക്വൽ ടു പി സീറോ കോസ് 2 പൈ ബൈ ലാംഡ വി ടി മൈനസ് എക്സ് എന്ന് എഴുതാവുന്നതാണ്. വൈ ഈക്വൽ ടു എ സൈൻ 2 പൈ ബൈ ലാംഡ വി ടി മൈനസ് എക്സ് എന്ന വേവ് ഇക്വേഷനിൽ വി എന്ന് പറയുന്നത് വേവ് വെലോസിറ്റിയാണ്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഡെറിവേറ്റീവ് ഓഫ് y with respect to time which can be written as y dot and y dot equal to 2 pi va by lambda cos 2 pi by lambda vt minus x. അപ്പം നമുക്ക് വേവിൻ്റെ പ്രൊപ്പഗേഷൻ അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലുക്ക് അറ്റ് ഹൗ സ്പേഷ്യൽ വേരിയേഷൻ ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് കംപ്രഷൻ ഓർ എക്സ്പാൻഷൻ ആൻഡ് ദസ് ഡിറൈവ് ഹൗ ദ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ displacement. Secondly, we will apply Newton's second law to see how spatial variations in pressure accelerate the air and thus change in displacement. Now, to apply Newton's second law, we need to find how pressure variations produce displacements. If the rate of change of pressure is dp by dx on this small element AB, then the pressure difference across the element is delta P equal to dP by dx into delta x. Hence the force on this element F is equal to pressure into area, force equal to pressure into area, that is force on the small element equal to delta P into area A. So we can substitute the delta P equation. We know the equation for pressure P equal to minus E into dy by dx. So the force can be rewritten as minus A into delta x E d square y by dx square. If rho is the density of the gas, then the mass of the element alpha delta x into rho. As the force on the element in the direction b dash a dash, the acceleration due to the force will be minus d square y by dt square. So according to Newton's law of motion, a force equal to mass into acceleration, that is minus delta x rho into d square y by dt square, which is equal to minus a delta x e d square y by dx square. We can rearrange this equation and written as d square y by dt square equal to e by rho d square y by dx square. This is the differential equation for the waves traveling in a gas. We can compare this equation with the differential equation of wave motion. This will give v square equal to e by rho. So the velocity v equal to root e by rho. Thus the velocity of the longitudinal wave in a gas depends upon the elasticity E and the density of the medium rho. The tension in the string provides a restoring force. So does the elasticity of the medium here. In case of string, the inertia was provided by the mass per unit length of the string, and here by the mass per unit volume of the medium. Although we imagined that our element was air, we have so far only assumed that it is elastic. So this equation is true for longitudinal waves in any elastic medium. This formula for velocity v equal to root of e by rho for the velocity of sound in a gas was reduced by Newton, and so it is called Newton's formula. Newton assumed that during an alternating compressions and rarefactions, the temperature remains constant.
Therefore, he put the isothermal value of the elasticity E, which is equal to the pressure of the gas. So, V equal to root P by rho. But the experimental value of the velocity of sound in air is 332 meter per second nearly, which does not agree with the theoretical value obtained by Newton. So in 1817, Laplace pointed that the compressions and rarefactions occur so rapidly that the heat cannot go out or come in. Thus, the temperature does not remain constant and the change is adiabatic. So in adiabatic condition, the elasticity E equal to gamma P, where gamma equal to Cp by Cv, which is equal to 1.41 for air. So the equation of velocity is corrected by Laplace as V equal to root of gamma P by rho instead of root of P by rho. This agrees closely with the observed value and therefore the Laplace correction is correct. Try to work out the self-assessment questions given here. Okay, thank you.